ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങൾ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ കൂടെ കൂടിക്കോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായിട്ട് സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സർപ്രൈസസ് ആണ്. അതായത് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത ഒരു സ്ത്രീകളും അല്ലെങ്കിൽ പെൺകുട്ടികളും ഈ ലോകത്ത് ഇല്ല. ഫ്ലവേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ്, അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ തുടങ്ങി സാധനങ്ങൾ നിങ്ങൾക്ക് അവർക്ക് സർപ്രൈസസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കുറെ നാളായിട്ട് നിങ്ങൾ തമ്മിൽ കാണുന്നില്ല, ഇച്ചിരി ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ പെട്ടെന്നൊരു ദിവസം പറയാതെ അവരുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾക്ക് നിൽക്കാവുന്നതാണ്. അത് ഒരു വലിയ സർപ്രൈസസ് ആണ്. ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു സർപ്രൈസസും ഗിഫ്റ്റുകളും ഒക്കെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് സ്ത്രീകൾ ആദ്യമായിട്ട് പുരുഷന്മാരിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കെയറിങ് ആണ്. പൊതുവെ കെയറിങ് ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീകളും അല്ലെങ്കിൽ ഒരു പെൺകുട്ടികളും ഈ ലോകത്തെ ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും അവരുടെ പുറകെ നടന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ പെൺകുട്ടികൾക്ക് പൊതുവെ ഇഷ്ടമാണ്. അതായത് നീ ഇന്ന് ഫുഡ് കഴിച്ചോ, നിനക്കിന്ന് മരുന്ന് കഴിക്കാനില്ലായിരുന്നു 8 മണിക്ക്, നീ അത് കഴിച്ചോ, നീ പഠിച്ചോ, നിനക്ക് കിടക്കാറായി തുടങ്ങി അവരുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചിട്ട് പുറകെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ സ്ത്രീകൾക്കും. നിങ്ങളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഫീലാകുന്നത് നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ട് എന്നൊരു ഫീലാണ്. അതുകൊണ്ട് നിങ്ങൾ കെയറിങ് ഒക്കെ കൊടുക്കാത്തവരാണ് എങ്കിൽ മാക്സിമം എല്ലാവരും എല്ലാ കാര്യത്തിലും കെയറിങ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം കെയറിങ് ഒക്കെ എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമാണ്. കെയറിങ് ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളെ ഇല്ല. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കുട്ടി ഹാർട്ടെങ്കിലും കമന്റ് ഇടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. കാരണം നിങ്ങളുടെ ഒരു കുഞ്ഞു കമന്റ് എനിക്ക് അത്രമാത്രം വലിയ മോട്ടിവേഷനാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കുട്ടി ഹാർട്ടെങ്കിലും കമന്റ് ഇടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ എന്ന്. അതുകൊണ്ട് കമന്റ് ഇടാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇട്ടോ. നമ്മുടെ മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഫ്രീഡം ആണ്. അതായത് പെൺകുട്ടികൾക്ക് പൊതുവെ ഫ്രീഡം കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അല്ലാതെ നീ എന്തിന് അവിടെ പോയി, നീ എന്തിന് നൈറ്റിൽ വാട്സപ്പിൽ കയറി അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യണോ, ഇൻസ്റ്റ കയറി തുടങ്ങി അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇങ്ങനെ അനാവശ്യമായിട്ട് കയറി ഇറങ്ങുന്നവരെ പൊതുവെ ഗേൾസിന് ഇഷ്ടമല്ല. അതായത് ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഇതേപോലെ റെസ്ട്രിക്ഷൻ വെക്കുകയും അതെന്തിനു ചെയ്തു, നീ ഇതെന്തിനു ചെയ്തു, നീ എന്തിനു അവനോട് മിണ്ടി, അല്ലെങ്കിൽ നീ എന്തിനു അവളോട് മിണ്ടി, ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ അവരോട് മിണ്ടരുതെന്ന്, പിന്നെ നീ എന്തിനാണ് അവിടെ പോയത്, അവരോട് മിണ്ടിയത്, അത് കഴിച്ചത്, ഇത് കഴിച്ചത് തുടങ്ങി അനാവശ്യമായിട്ടുള്ള ഈ റെസ്ട്രിക്ഷൻസ് വെക്കുന്ന ഒന്നും ഒരു പെൺകുട്ടികൾക്കും ഇഷ്ടമല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം നിങ്ങൾ എല്ലാ കാര്യത്തിലും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ദേഷ്യമാണ്. പൊതുവെ ഈ റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ അത്യാവശ്യം എല്ലാവരും നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും സംസാരിക്കുക. പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഒട്ടുമിക്ക ഗേൾസിനും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള ഈ ക്യാരക്ടർ അത് എപ്പോഴും പുറത്ത് കാണിക്കുക. അല്ലാതെ ഇത്രയും നാളും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് കൊണ്ട് നടന്നു പെട്ടെന്നൊരു ദിവസം നിങ്ങൾ ഇങ്ങനെ ഒന്ന് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അത് ഗേൾസിനൊന്നും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ദേഷ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ, അതായത് ഒരുപാട് ഒച്ച എടുക്കാതെ സാധാരണ ആ ഒരു രീതി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റൈലിൽ നിങ്ങളുടെ ആ ഒരു കാര്യം പറഞ്ഞവരെ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒത്തിരി ഒച്ചയ്ക്ക് ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുക, വഴക്ക് പറയുക, ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. പൊതുവെ ദേഷ്യം കാണിക്കുന്ന ആൺകുട്ടികളെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒന്നല്ല. അവർക്ക് എപ്പോഴും അവരോട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കാമായിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കൊഞ്ചിച്ച് സംസാരിച്ച് അങ്ങനെ കൊണ്ടു നടക്കുന്ന ആൺകുട്ടികളെയാണ് പൊതുവെ ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കുറച്ച് തുടങ്ങിക്കോ. അത് പെൺകുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ആത്മാർത്ഥ സ്നേഹമാണ്. ഇത് എല്ലാ പെൺകുട്ടികളും ഈ റിലേഷൻഷിപ്പിലുള്ളവരും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ സൈഡിൽ നിന്നുമുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം. അതായത് തേപ്പ് കൊടുക്കാതിരിക്കുക. പൊതുവെ പറയുമ്പോൾ പറയും ഗേൾസ് ആണ് കൂടുതൽ തേക്കുന്നത് എന്ന്.
തേപ്പിന്റെ കാര്യത്തില് ബോയ്സും ഒട്ടും പുറകോട്ടല്ലല്ലോ. രണ്ടുപേരും തേക്കും. ഗേൾസ് ആണെങ്കിലും തേക്കാറുണ്ട്, ബോയ്സ് ആണെങ്കിലും തേക്കാറുണ്ട്. നിങ്ങൾ ഒരു പെൺകുട്ടിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സ്നേഹിക്കണം. അല്ലാതെ ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോകാൻ വേണ്ടി ആരെയും സ്നേഹിക്കരുത്. സ്നേഹിച്ച വ്യക്തിയെ തന്നെ കല്യാണം കഴിക്കുക. അതാണ് ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു കാര്യം. നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ഒരാളെ വേണം എന്നുള്ള രീതിയിൽ റിലേഷൻഷിപ്പിലായി, അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയൊരാളെ കിട്ടി, ഇത് വേണ്ടാന്ന് വെക്കണു, അങ്ങനെ ആരും ചെയ്തേക്കരുത്. നിങ്ങളുടെ ഒരു സ്നേഹം, അതായത് നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹമാണ് ഒട്ടുമിക്ക ഗേൾസും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സ്നേഹിക്കുക. ഇതാണ് നമ്മുടെ 5ാമത്തെ കാര്യം. അപ്പോൾ ഇനി പറഞ്ഞ 5 കാര്യങ്ങൾ, സർപ്രൈസസ്, കെയറിങ്, ഫ്രീഡം, ദേഷ്യം, ആത്മാർത്ഥ സ്നേഹം, ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.